അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾക്കിന്ന് അതിഥികളായെത്തിയ ബഹുമാന്യനായ അബ്ദുസ്സലാം മൗലവി മോങ്ങം, അതേപോലെ ജൗഹർ ഐനിക്കോട്, മറ്റ് ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഭാരവാഹികളെ, വളരെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾക്ക് ബഹുമാന്യനായ അബ്ദുസ്സലാം മൗലവി നമുക്കൊരു പ്രസംഗത്തിന് വേണ്ടി ലഭിക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തെ ഗ്യാപ്പുണ്ട്. നമ്മുടെ 1-2 തവണ നമ്മളെ ഇവിടെ വിസിറ്റ് ചെയ്ത് പോയെങ്കിലും നമ്മൾക്കൊരു പ്രസംഗത്തിന് അദ്ദേഹത്തെ ലഭിച്ചിട്ട് വളരെ കാലമായി. പ്രത്യേകിച്ച് ഇസ്ലാഹി സെൻറ്ററിൻ്റെ നമ്മൾ പല പ്രാവശ്യം നമ്മൾക്ക് കഴിയാതെ പോയതാണ്. പല സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ സമയത്ത് നമ്മൾക്ക് കഴിയാതെ വരികയും വെള്ളിയാഴ്ച ലഭിക്കാതെ വരികയും അങ്ങനെ നീണ്ടുപോയതാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മളോട് അദ്ദേഹം ഇവിടെ അഭിസംബോധന ചെയ്യുകയാണ്. ഇസ്ലാഹി സെൻറ്ററിന് വേണ്ടി അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ മറ്റൊന്ന് നമ്മുടെ ജൗഹർ ഐനിക്കോടാണ്. നിങ്ങൾക്ക് സുപരിചിതനായ, നമ്മൾക്ക് പല തവണ നമ്മളോട് സംസാരിച്ച ബഹുമാന്യനായ ജൗഹർ ഐനിക്കോടാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ പരിപാടി തുടങ്ങി 2 സെഷനുകളിലായിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇഷ വരെ ബഹുമാന്യനായ അബ്ദുസ്സലാം മൗലവിയും ഇഷാക്ക് ശേഷം ബഹുമാന്യനായ ജൗഹർ ഐനിക്കോടും നമ്മളെ അഭിസംബോധന ചെയ്യും. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്ലാഹി സെൻറ്റർ വൈസ് പ്രസിഡന്റ് അബ്ബാസ് ചമ്പൻ അവர்களോട് ആദരപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു വെള്ളിയാഴ്ചയും കൂടി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തും പഠിക്കാൻ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അബ്ദുസ്സലാം മോങ്ങും അതേപോലെ തന്നെ ജൗഹർ ഐനിക്കോട് മൗലവിയെയും നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അബ്ദുസ്സലാം മൗലവിയെ ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ വെച്ച് കണ്ടപ്പോൾ മൗലവിയോട് പറഞ്ഞു, നിങ്ങളൊരു പരിപാടിക്കായിട്ട് ഞങ്ങൾക്കായിട്ട് ജിദ്ദ ഇസ്ലാഹി സെൻറ്ററിന് വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. മൗലവി ഇവിടെ വന്ന് സൂചിപ്പിച്ചതുപോലെ 5 വർഷത്തിലധികമായി ഈ സെൻറ്ററിൽ വന്നിട്ട് പലതവണയും മക്കത്ത് വന്ന് പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഞാൻ എൻ്റെ അധ്യക്ഷവർഷം നീട്ടി കൊണ്ടുപോവുകയില്ല. ബഹുമാനപ്പെട്ട പണ്ഡിതനായ അബ്ദുസ്സലാം മോങ്ങം അവരുകളെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن سار على نهجهم إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد
صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إنا سنلقي عليك قولا ثقيلا. സഹോദരന്മാരെ, സഹോദരികളെ, വളരെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിൽ ജിദ്ദ ഇസ്ലാഹി സെൻറ്ററിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നത് ഞാൻ പഠിച്ചു വളർന്ന ഈ രൂപത്തിലുള്ള ഒരു സംസാരം നടത്താൻ എനിക്ക് പരിശീലനം ലഭിച്ച ഒരു കേന്ദ്രത്തിലേക്ക് വന്നതായാണ്. ഇവിടെ വച്ചാണ് എൻ്റെ പ്രബോധന ജീവിതത്തിൽ കുറച്ച് ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ ഞാൻ ആരംഭിച്ചത്. അന്ന് ഇത് വർഷങ്ങളുടെ മുമ്പുള്ള സ്മരണകളാണ്. അന്നത്തെ ആരെങ്കിലും ഇപ്പോഴുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. മുഖപരിചയമുള്ള ഒരാളെ മാത്രമാണ് ഞാൻ അന്നുള്ളതിൽ ബാക്കിയായി ഇവിടെ കണ്ടത്. അന്ന് ഇസ്ലാഹി സെൻറ്റർ നയിച്ചിരുന്ന 2 പ്രമുഖ വ്യക്തിത്വങ്ങളെ ഞാൻ എൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ കാണുകയാണ്. 2 ആളുകളും അള്ളാഹുവിൻ്റെ വിളി കേട്ട് തിരിച്ചുപോയി. അരീക്കോട്ടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന അരീക്കോട്ടെ മുഹമ്മദ് സാഹിബും സെക്രട്ടറി ആയിരുന്ന തിരൂർക്കാട്ട ഇബ്രാഹിമും. 2 ആളെയും നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഒരുപാട് സഹപ്രവർത്തകർ അന്നുണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമുള്ള ഒരു കാലമായിരുന്നു. ഇന്ന് ഇസ്ലാഹി സെൻറ്റർ വിശാലമായി സൗകര്യങ്ങൾ കൂടി, ആളുകൾ കൂടി, സമൃദ്ധി ഉണ്ടായി. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് പരാജയങ്ങൾ സംഭവിക്കാറുള്ളത്. ഹുനൈൻ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. വയൗമ ഹുനൈനിൻ ഇത് അജബത്കും കഥറത്തുക്കും. ഹുനൈനിൽ പറ്റിയ അബദ്ധം അള്ളാഹു തന്നെ പറയുന്നത് ഇത് അജബത്കും കഥറത്തുക്കും. നിങ്ങളുടെ ആധിക്യം നിങ്ങളെ കൗതുകപ്പെടുത്തി. കൗതുകം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ വികാരമാണ്. അജബ് എന്ന് പറയുന്നത് അത് വിശ്വാസികളായ നാം, പ്രത്യേകിച്ച് ശുദ്ധമായ വിശ്വാസം വെച്ചു പുലർത്തുന്ന മുജാഹിദുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒന്നാണ്. കൗതുകത്തിന് വേണ്ടിയുള്ള പലതും അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം കൗതുകത്തിന് വേണ്ടി നോക്കി നിൽക്കാനുള്ളതല്ല, മറിച്ച് അവ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയാണ് നമുക്കുണ്ടാകേണ്ടത്. നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസികളെന്ന നിലക്ക്, വിശ്വാസികളിൽ ഉത്ബുദ്ധതയുള്ളവരെന്ന നിലക്ക്, വിശ്വാസം സംശുദ്ധമായവരെന്ന നിലക്ക് തുടർന്നുള്ള ജീവിതത്തിൽ 2 തരം തയ്യാറെടുപ്പുകൾ നാം നടത്തേണ്ടതുണ്ട്. ഒന്നാമത്തേത് ശാരീരികമായ തയ്യാറെടുപ്പാണ്. രണ്ടാമത്തേത് ആത്മീയമായ തയ്യാറെടുപ്പാണ്. ഈ 2 തയ്യാറെടുപ്പുകളെക്കുറിച്ചും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സൂചിപ്പിക്കുന്നുണ്ട്. ഇഅ്ദാദുൽ ജസദി ഇഅ്ദാദുർ റൂഹി. ഈ 2 തയ്യാറെടുപ്പുകളും ഉണ്ടെങ്കിൽ മാത്രമേ നാം നമ്മുടെ യഥാർത്ഥത്തിലുള്ള രീതിയിലും മാർഗത്തിലും എത്തുകയുള്ളൂ. നമ്മുടെ ശരീരം തയ്യാറാകേണ്ടതുണ്ട്, നമ്മുടെ മനസ്സും തയ്യാറാകേണ്ടതുണ്ട്. അതിലൂടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ തയ്യാറെടുപ്പിലൂടെ മാത്രമേ ഒരു പ്രബോധന പ്രസ്ഥാനത്തിന് വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ. ആൾക്കൂട്ടമല്ല നമ്മുടെ വിഷയം,
മാസ് എന്നത് ഏത് കൗതുകമുള്ള സ്ഥലത്തും നാം കാണുന്ന ഒന്നാണ്. അതല്ല നമ്മുടെ വിഷയം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കൂട്ടം എന്നതിനപ്പുറം, ഒരു ജനക്കൂട്ടം എന്നതിനപ്പുറം വിശുദ്ധിയുള്ള വിമലീകരിക്കപ്പെട്ട ഒരു സമൂഹമായി മാറുക എന്നതാണ് നമ്മുടെ വിഷയം. നമുക്കറിയാം, പ്രബോധനത്തിൻ്റെ ആദ്യ ചരിത്രത്തിൽ, ആദ്യ ഭാഗത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പഠിപ്പിച്ചത് അതായിരുന്നു. നാം അതിൽ നിന്നാണ് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ശാരീരികവും ആത്മീയവുമായ തയ്യാറെടുപ്പിന് നമുക്ക് 5 കാര്യങ്ങൾ അനിവാര്യമാണ്. ആ 5 കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കരുത് അത് നബി തങ്ങൾക്ക് മാത്രമുള്ള ഒന്നാണ് എന്ന്. വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ പരിചയമുള്ള ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ മുസ്സമ്മിൽ എന്ന് പറയുന്ന അധ്യായം. നമുക്ക് സുപരിചിതമാണത്. ആ അധ്യായത്തിനൊരു പശ്ചാത്തലവും ചരിത്രവുമുണ്ട്. ആ അധ്യായം എന്നോടും നിങ്ങളോടും പച്ചയായി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. യാ അയ്യുഹൽ മുസ്സമ്മിൽ. ആരാണ് മുസ്സമ്മിൽ എന്ന് പറയുന്നത്? ശരിയാണ്, ഒരു പക്ഷേ നാം ഇത് ആരാണെന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ആണ്. പക്ഷെ മുഹമ്മദ് നബിയോട് മാത്രമുള്ള ഒരു സംബോധനയാണോ അത്? അല്ല. മുസ്സമ്മിൽ എന്ന് പറയുന്നത് ഒരു സിമ്പലാണ്, അടയാളമാണ്. എന്തിൻ്റെ അടയാളം? പുതച്ചു മൂടിക്കിടക്കുന്നവൻ. അതെന്തിൻ്റെ അടയാളമാണ്? നമുക്കറിയാം, സുഷുപ്തിയുടെ അടയാളമാണത്. ഒരു നല്ല റൂം, എയർ കണ്ടീഷൻ ചെയ്ത റൂം, നല്ല ബെഡ്, നല്ല കുടുംബം, നല്ല പുതപ്പ്, അതെന്തിൻ്റെ അടയാളമാണ്? അള്ളാഹു വിളിക്കുന്നത് നമ്മളെയാണ്. യാ അയ്യുഹൽ മുസ്സമ്മിൽ. അല്ലയോ ജീവിതത്തിൽ കൗതുകം പൂണ്ട് സുഷുപ്തിയിൽ ലയിച്ചു കഴിഞ്ഞിട്ടുള്ള സമൂഹമേ, നമ്മളത് മനസ്സിലാക്കണം. നാം അങ്ങനെയാകാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹുവിനറിയാം. കാരണം അള്ളാഹു തആലയാണല്ലോ നമ്മളെ സൃഷ്ടിച്ചത്. ഈ സുഖങ്ങളെയും ഈ സൗകര്യങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. സ്വാഭാവികമായി ഞാനും നിങ്ങളും കേവലം മനുഷ്യരാണെങ്കിൽ ആ സുഷുപ്തിയിൽ നാം ലയിച്ചു പോകും. അവിടെയാണ് നമ്മളെ വിളിച്ചുണർത്തുന്നത്. യാ അയ്യുഹൽ മുസ്സമ്മിൽ. പാടില്ല. നാം കിടന്നുറങ്ങേണ്ടവരല്ല, വിശ്രമിക്കേണ്ടവരല്ല, സുഖിക്കേണ്ടവരല്ല. നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. പുതപ്പ് മൂടി കിടന്നുറങ്ങിയാൽ സമയമങ്ങ് പോകും. നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും അറിയണം, ഞാൻ ഈ പറയുന്നത് കേവലം ഒരു സംസാരമായി നിങ്ങൾ പരിഗണിക്കരുത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദുനിയാവിൻ്റെ കൗതുകത്തിൽ ലയിച്ചു പോകാതെ, ഈ സുഷുപ്തിയിൽ ആറാടി പോകാതെ, നമ്മുടെ ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരായി തീരണമെങ്കിൽ നാം ഉണരേണ്ടതുണ്ട്. നമുക്കറിയാം, നമുക്ക് ചുറ്റുഭാഗവും നടക്കുന്ന സംഭവങ്ങളുടെ നേർചിത്രം. ഞാൻ ഇന്നലെ 2 ഹജ്ജിന് വേണ്ടി വന്ന 2 നിവേദക സംഘങ്ങളുമായി കണ്ടുമുട്ടി. അതിലൊന്നാമത്തേത് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പരിചയമുള്ള ബർമൻ മുസ്ലിങ്ങളുടെ പ്രതിനിധികളെയായിരുന്നു. നമുക്കറിയാം അവരെക്കുറിച്ച്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിത്രമുണ്ടല്ലോ. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകൾ ഉപയോഗിക്കുന്നവരെന്ന നിലക്ക് ബർമൻ മുസ്ലിങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിത്രമുണ്ട്. ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം വൈകാരികമാണ് ആ ചിത്രം. ഒരു ബോട്ടിൽ 100 ആളെ കൊള്ളാവുന്ന ഒരു ബോട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു ചിത്രം. ദാഹിച്ച് വലഞ്ഞ് വറ്റി വരണ്ട ഒരു സമൂഹം, ചുണ്ടു നനക്കാൻ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു സമൂഹം. വിശന്ന് വലഞ്ഞപ്പോൾ വിശപ്പ് തീർക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടിയല്ല അവർ ചോദിച്ചത്. അതിനല്ല അവർ ചോദിച്ചത്. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രമുണ്ടാകണം, നമ്മൾ ആരാണ് എന്ന്.
നമ്മൾ ആരാണ് എന്ന് നാം ഓർക്കണം സഹോദരന്മാർ. ഇതുവരെ നമ്മളാരും ദാഹമെന്തെന്ന് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ദാഹം ശമിപ്പിക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും ദാഹം ശമിപ്പിക്കാനുള്ളത് കിട്ടിയിട്ട് ദാഹം തീർന്ന അവസാനം കുടിച്ച ഗ്ലാസിൻ്റെ താഴെ കുറച്ച് ബാക്കിയാക്കിയാണ് നമ്മളൊക്കെ ഗ്ലാസും വെള്ളവും പെപ്സിയും മിറന്തയുമൊക്കെ ഉപേക്ഷിച്ചത്. സത്യമല്ല ഞാൻ പറയുന്നത്? നമ്മൾ കേൾക്കേണ്ട ഒരു വേദനയുള്ള ചരിത്രമുണ്ട്. എത്യോപ്യയിലെ മുസ്ലിങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ്. എത്യോപ്യയിൽ കഴിഞ്ഞ വർഷത്തെ WHO കണക്കനുസരിച്ച് 80% എത്യോപ്യയിൽ പിറന്നു വീണ കുട്ടികളും മരിച്ചുപോയി. എന്തായിരുന്നു കാരണം എന്ന് WHO പറഞ്ഞു? അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. കുട്ടികൾ മരിച്ചത് വെള്ളമില്ലാത്തത് കൊണ്ടായിരുന്നു. ചിന്തിച്ചു നോക്കൂ അതിൻ്റെ ഗൗരവം. നമ്മൾ ആരാണ്? നമ്മൾ ചിന്തിക്കണം. നമ്മളോടാണ് അള്ളാഹു പറയുന്നത്, ഈ നഗ്നമായ ചിത്രങ്ങൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ വരച്ചു തന്നിട്ട് യാ അയ്യുഹൽ മുസമ്മിൽ, എടോ നീ സുഖിക്കുകയാണല്ലേ? നിനക്ക് കുടിച്ചാൽ തീരാത്ത അത്ര വെള്ളം നിന്റെ കിണറിലുണ്ട്, നിന്റെ ഫ്രിഡ്ജിലുണ്ട്, സമൃദ്ധിയും സൗകര്യങ്ങളും എല്ലാം നിനക്കുണ്ട് അല്ലേ? പാടില്ല. നമ്മൾ അതിലൊന്നും ലയിച്ചു തീരേണ്ടവരല്ല. അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്ന ഒന്നാമത്തെ കൽപ്പന, ഇത് മുഹമ്മദ് നബിയോട് മാത്രമുള്ള കൽപ്പനയല്ല. മുഹമ്മദ് നബി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ അത് ഏറ്റെടുത്തവരാണ് ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകരെങ്കിൽ ഓരോരുത്തരും അറിയണം, ഖും, എഴുന്നേൽക്കടോ. നിനക്കെങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നത്? നിന്നെ ആരാണ് ഉറക്കിയത്? ആരാണ് നിനക്ക് ഉറങ്ങാനുള്ള താരാട്ടുപാട്ട് പാടിത്തന്നത്? നീ ഉറങ്ങേണ്ടവനല്ല. ഖും, എഴുന്നേൽക്കണം. നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള 5 കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യം, സൂറത്തുൽ മുസ്സമ്മിലൂടെ മുഹമ്മദ് മുസ്തഫ തങ്ങളെ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം, ഖുമിൽ ലൈൽ ഇല്ലാ ഖലീല, ഉറങ്ങിക്കോ കുറച്ച് സമയം. രാത്രി നമുക്ക് ഉറങ്ങാനുള്ളതല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, കാലത്തിൻ്റെ മാറ്റത്തിൽ അത്ഭുതങ്ങൾ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ അനുഭവിക്കാറുണ്ടാകും. ചില രാത്രികൾ ദീർഘമാണ്. ചില കാലങ്ങളിൽ 8 മണിക്കൂറും 9 മണിക്കൂറും രാത്രിയുണ്ട്. എന്തിനാണ് 8 മണിക്കൂറും 9 മണിക്കൂറും രാത്രി തന്നത്? അതും നല്ല സുഖമുള്ള തണുപ്പുള്ള കാലത്താണ് ഇവിടെയൊക്കെ ദീർഘമായ രാത്രികൾ ഉണ്ടാകാറുണ്ട്. എന്തിനാണ്? ഒന്നുകൂടി സുഖമായി ഉറങ്ങാനാണോ? അല്ലല്ലോ. ഖുമിൽ ലൈൽ ഇല്ലാ ഖലീല, എത്ര കുറച്ചെങ്കിലും. എത്രയാണ് കുറച്ച്? എഴുന്നേൽക്ക് നീ രാത്രി. നീ അങ്ങനെ ഉറങ്ങിക്കൂടാ. ഒരുപക്ഷെ നിനക്ക് ഉറങ്ങാനുള്ള സൗകര്യങ്ങളുണ്ടാകും, നല്ല വീടും പത്രാസും ഒക്കെ നിനക്കുണ്ടാകും. പക്ഷേ പറ്റില്ല. ഖുമിൽ ലൈൽ ഇല്ലാ ഖലീല നിസ്ഫഹു, പകുതിയെങ്കിലും, ഔ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി, കുറച്ചോ പകുതിന്ന്, 1/3 1/2. ഇതൊരു കൽപ്പനയായിരുന്നു, നിർബന്ധ കൽപ്പനയായിരുന്നു. പക്ഷേ ചരിത്രം നമുക്കറിയാം. ഈ സൂറത്തിൻ്റെ തന്നെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗകര്യം ചെയ്തു തന്നു. ഇത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് കൽപ്പിച്ചത് തങ്ങളുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മുഴുവൻ ആളുകളോടുമുള്ള കൽപ്പനയായിരുന്നു. ഐഷ ബീവി ഒരു ചരിത്രം മുഹമ്മദ് നബി തങ്ങളുടേത് നമ്മളോട് പറഞ്ഞു തന്നില്ലേ? നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ പാദം നീര് വന്ന് പൊട്ടിയത്. ഇത് റമദാനിലെ നിസ്കാരമായിരുന്നില്ല. നമ്മളിത് റമദാനിലാണ് പറയില്ലല്ലോ അല്ലേ? ഇത് റമദാനിലെ നിസ്കാരമല്ല, ഇതായിരുന്നു ഈ നമസ്കാരം. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മുജാഹിദുകളാണോ, ഇസ്ലാഹി പ്രവർത്തകരാണോ, സലഫി അഖീദയും വിശ്വാസവും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ, ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെന്ന ചിന്ത ശക്തമായി മനസ്സിൽ അലയടിക്കുന്നുണ്ടോ, ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവിൻഖുസ് മിൻഹു ഖലീല, കുറച്ചെങ്കിലും സമയം. ഇതിൽ അള്ളാഹു ഒരു ഇളവ് വരുത്തിയത് അവസാനം പറയുന്നുണ്ട്. അള്ളാഹുവിനറിയാം, നിങ്ങൾ രോഗികളുണ്ടാകും, യാത്രക്കാരുണ്ടാകും,
ജോലി തിരക്കുള്ളവരുണ്ടാകും, ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത് അത്ര ഒരു ചെറിയ സമയമെങ്കിലും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി എന്ന് പറയുന്നത് കേവലം വിനോദത്തിനുള്ള ഒരു സമയമായി നാം കാണരുത്. അതിനുവേണ്ടി മാത്രമല്ല രാത്രി, വിശ്രമിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല രാത്രി. നമുക്ക് വിശ്രമം, നമ്മുടെ വിശ്രമം എന്ന് പറയുന്നത് രാത്രിയുടെ ഏതെങ്കിലും ഒരു സമയത്തുള്ള ഉറക്കമല്ല. നമ്മുടെ വിശ്രമം എന്ന് പറയുന്നത് സ്വർഗത്തിലാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് യഥാർത്ഥ വിശ്രമം. ഇതൊരു വിശ്രമമല്ല. ഇത് വിശ്രമമല്ലാത്തത് കൊണ്ടാണ് ചിലപ്പോൾ ഉറങ്ങിയാലും നമുക്ക് എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം ഉണ്ടാകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ പറയും ഉറക്കം കുറച്ച് കൂടിപ്പോയി എന്നാണ്, അല്ലേ? നമ്മളൊക്കെ പറയാറുള്ള മറുപടിയാണ് ഉറക്കം കുറച്ച് കൂടിപ്പോയി, അപ്പോൾ ക്ഷീണം വന്നു, അല്ലേ? കാരണം ഇത് വിശ്രമമല്ല. രാത്രി സഹോദരങ്ങളെ, നമുക്ക് ഉറക്കത്തിനും വിശ്രമത്തിനും മാത്രമുള്ള സമയമല്ല. നമ്മളത് മനസ്സിലാക്കണം. അലസതയുടെയും മടിയുടെയും സമയമല്ല രാത്രി. അതെ, വിനോദോപാധികളുടെ മുമ്പിൽ കഴിച്ചുകൂട്ടേണ്ട സമയമല്ല രാത്രി. നമ്മളങ്ങനെ മനസ്സിലാക്കി. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയാൽ ചായയൊക്കെ കുടിച്ച്, അല്ലേ, പിന്നെ അങ്ങോട്ടുള്ള പ്രവർത്തനം നോക്കും. ഇതിനല്ല രാത്രി എന്ന് പറയുന്നത്. ഖുമില്ലൈൽ ഇല്ലാ ഖലീല. എഴുന്നേറ്റ് നിൽക്കണം. നിന്റെ യോഗ്യത അതാണ്. നിന്റെ ഒന്നാമത്തെ യോഗ്യത അതാണ്. നിന്റെ മുഖത്ത് താടിയുണ്ട് എന്നതല്ല യോഗ്യത. നിന്റെ തലയിൽ തൊപ്പിയുണ്ട് എന്നതല്ല യോഗ്യത. അതല്ല യോഗ്യത. നിന്റെ ഒന്നാമത്തെ യോഗ്യത നീ ഈ ഒരു രൂപത്തിലേക്ക് മാറാൻ പറ്റുമോ, നിനക്ക് സാധ്യമാണോ? അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയി സഹോദരങ്ങളെ നമ്മുടെ പ്രതാപം. നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെക്കുറിച്ച് വേദനിക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗവും. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെ തിരിച്ചു കൊണ്ടുവരാൻ എന്തുണ്ട് മാർഗം എന്ന് ആലോചിച്ചിട്ടുണ്ടാകും. പക്ഷേ ആലോചനകളിൽ മുഴുവൻ മുഴച്ചു നിന്നതും ഒരു ഔട്ട്പുട്ടായി പുറത്തേക്ക് വന്നതും തികച്ചും ഭൗതികമായ വിഷയങ്ങൾ മാത്രമായിരിക്കും. നമ്മൾ മാറണം. നമ്മൾ മാറിയെങ്കിലേ അള്ളാഹു നമ്മളെ മാറ്റൂ. ആ ഒരു മാറ്റത്തിന് വേണ്ടി കൊതിക്കുവാൻ നമുക്ക് സാധിക്കണം. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. ആരെക്കുറിച്ചാണ് കാനൂ എന്ന് പറഞ്ഞത്? നമ്മൾ ആകണ്ടേ ആ കൂട്ടത്തിൽ? ആകാൻ നമുക്ക് സാധിക്കേണ്ടേ? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആരെക്കുറിച്ചാണ് ഇത് രണ്ടും പറഞ്ഞത്? അത്താഴ സമയത്ത് എഴുന്നേറ്റിരുന്ന് ഇസ്തിഗ്ഫാർ നടത്തുകയും രാത്രിയുടെ ഏതെങ്കിലും ഒരു സമയത്ത് എഴുന്നേറ്റ് നിന്ന് പടച്ചതമ്പുരാൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നവരായിരുന്നു അവർ എന്ന് പറഞ്ഞത് നമ്മളെക്കുറിച്ചാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവുകോൽ അതാണ്. ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. ഇന്ന് സുബ്ഹിക്ക് കേട്ടില്ലേ? അവിടെ എത്തിയപ്പോൾ നമ്മളൊക്കെ സുജൂദ് ചെയ്തില്ലേ? ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ. അല്ലാഹുവിൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, വചനങ്ങൾ വായിക്കപ്പെട്ടാൽ, ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, കേൾപ്പിക്കപ്പെട്ടാൽ ഖറൂ സുജ്ജദ. ഏതാണ് ആ സുജൂദ്? ഏതാ സുജൂദ്? സുജൂദ് തിലാവയല്ല അത്. അതല്ലാതെ മറിച്ച് നമുക്ക് തോന്നണം, ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് തോന്നണം എനിക്ക് കുറച്ച് സുജൂദ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്? സുജൂദ് വിശ്വാസിയുടെ ഒരു വല്ലാത്ത പൊസിഷനാണ്. നമുക്കറിയാം, വല്ലാത്തൊരു പൊസിഷനാണത്. ആ പൊസിഷനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മളാരും പറയാറില്ല. മറിച്ച് സുജൂദിൻ്റെ ഭൗതികമായ ലാഭത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. റസൂലുള്ളാഹി ആ പൊസിഷനെക്കുറിച്ച് പറഞ്ഞത് ഒരു അടിമ തൻ്റെ റബ്ബുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന അവസരം. ആലോചിച്ച് നോക്കൂ ആ അവസരത്തെക്കുറിച്ച്. നമുക്കൊരു പക്ഷേ സുജൂദിൻ്റെ മേന്മ പറയാൻ ഇവിടെയുള്ള ഏതെങ്കിലുമൊക്കെ ആളുകളുടെ വരണ്ട ശാസ്ത്രത്തെ ആശ്രയിക്കേണ്ടി വരും. പലതരം
സന്യാസിമാരുടെയും യോഗിമാരുടെയും ഒക്കെ ശാസ്ത്രമാണ് നാം സുജൂദിനെ പറയാൻ വേണ്ടി പറയുന്നത്. അതല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാനായ നബിതങ്ങൾ നമ്മളോട് പഠിപ്പിച്ചില്ലേ, ഒരടിമ എന്ന നിലക്ക് നിന്റെ റബ്ബുമായി നീ ഏറ്റവും അടുക്കുന്ന സമയം, അത് അള്ളാഹുവിൻ്റെ ആയത്തുകളിലൂടെ ആ ഒരു സുജൂദിലേക്ക് നാം എത്തണം. അപ്പോഴാണ് നാം ആരായിത്തീരുന്നത്? ലാ യസ്തക്ബിറൂൻ എന്ന പദവിയിൽ എത്തിച്ചേരുന്നത്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വാളിറ്റി, കിബറില്ലാത്തവരായിത്തീരുക. സുഹൃത്തുക്കളെ, ഒരു കറോള വണ്ടി 1500 EVB അപ്പുറത്തെ ബിൽഡിങ്ങിലാണെന്ന് അർജൻറ്റായിട്ട് മാറ്റി കൊടുക്കണം. ആ ഒരു അവസ്ഥയാണ് നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം ഇതൊരു വലിയ ഗൗരവമുള്ള വിഷയമൊന്നുമല്ല, പക്ഷെ ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോകാം. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതാപത്തിൻ്റെ കഥയാണ് എവിടെ ചെന്നാലും കേൾക്കാനുള്ളത്. എന്തുകൊണ്ട്? അള്ളാഹു നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അമ്മൻ ഹുവ ഖാനിതുൻ ആന അല്ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അല്ലാഹു ചോദിക്കുക, രണ്ട് കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ട്. ഒന്നാമത്തേത് ഈ പറഞ്ഞ ചിത്രമാണ്, രണ്ടാമത്തേത് ഇതൊന്നും ചെയ്യാത്ത ഒരു വിഭാഗം. അല്ലാഹു ചോദിക്കുക, രണ്ടും തുല്യമാണോ? അല്ലല്ലോ. നമ്മുടെ പ്രതാപത്തിന്റെ അടിസ്ഥാനം അതായിരുന്നു. ആ ഒരു മാർഗത്തിൽ നിന്ന് നാം എപ്പോൾ വ്യതിചലിച്ചുവോ അപ്പോൾ പ്രതാപത്തെ അള്ളാഹു ഊരിയെടുത്തു. അതാണ് അള്ളാഹുവിന്റെ നിയമം. ആ നിയമം നടപ്പാകും. അതാണ് അള്ളാഹു ചോദിക്കുന്നത്. ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ എന്ന് വെച്ചാൽ ഫിസിക്സും കെമിസ്ട്രിയും അറിയുന്നവനും അറിയാത്തവനും ഒന്നാണോ? നല്ല ചോദ്യം. ഏതാ ഇൽമ്? അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാണോ എന്ന ചോദ്യത്തിലെ ഇൽമേതാ? ഈ ഒരു ഇൽമാണ് അള്ളാഹുവിലേക്ക് എത്താനുള്ള ഒരു ഇൽമ്. അള്ളാഹുവിലേക്ക് എത്താനുള്ള ഒരു ആലിമെന്ന് പറയുന്നത്, ഇൽമ് എന്ന് പറയുന്നത് അതായിരിക്കണം. അള്ളാഹുവിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് സഹോദരന്മാരെ നാം വിജയിക്കുന്നത്. അതാണ് സാലിഹീങ്ങളായ ആളുകളുടെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. മുഹമ്മദ് നബിയോട് അള്ളാഹു കൽപ്പിച്ചതും അതാണ്. അപ്പോഴേ നമുക്ക് ശക്തി കിട്ടൂ. അതാണ് നമ്മുടെ ശക്തിയുടെ യഥാർത്ഥ ഒന്നാമത്തെ സ്രോതസ്. രണ്ടാമത്തേത് തുടർന്ന് അള്ളാഹു പറയുന്നത് വറത്തിലിൽ ഖുർആന തർത്തീല. ഈ സൂറത്ത് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകും, അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ അതിൻ്റെ ആശയവും അറിയാം. വറത്തിലിൽ ഖുർആന തർത്തീല നമുക്കുണ്ടാകേണ്ട രണ്ടാമത്തെ ക്വാളിറ്റിയാണത്. നമ്മുടെ പ്രതാപം തിരിച്ചു കിട്ടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? നാം പരിശുദ്ധ ഖുർആനുമായുള്ള അഗാധമായ ബന്ധമുണ്ടാണ്. തർത്തീൽ എന്ന ഒരു ബന്ധം, തർത്തീൽ എന്നത് ഒരു ബന്ധമാണ്, ഖുർആനുമായുള്ള ബന്ധം. ഒരു ദിവസം ഒരു തവണയെങ്കിലും ഫേസ്ബുക്ക് ഒന്ന് മറിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രയാസമല്ലേ? 24 മണിക്കൂറിൽ ജീവിച്ചിരിക്കുന്ന 18 മണിക്കൂറിൽ ഒരിക്കലെങ്കിലും, ഓരോ മണിക്കൂറിൽ ഒരു തവണയെങ്കിലും വാട്സപ്പ് ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. മറിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. നമുക്ക് പ്രശ്നമാകേണ്ട, ഇതിനേക്കാളൊക്കെ കടുപ്പമുള്ള പ്രശ്നമാകേണ്ടത് ഈ ഖുർആനൊന്ന് മറിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു വല്ലാത്ത ടെൻഷൻ ഉണ്ടാകും. ഇന്ന് വറത്തിലിൽ ഖുർആന തർത്തീല, അതാണ് തർത്തീൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതവുമായി ബന്ധമുള്ളതാകണം. നമ്മുടെ ഇസ്സത്ത് ഖുർആനായിരുന്നു, നമ്മുടെ പ്രതാപം ഖുർആനായിരുന്നു. നമുക്കറിയാം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വിലാസം ഖുർആനായിരുന്നു. നമ്മൾ അറിയണം അത്. വിശുദ്ധ ഖുർആൻ പഠിച്ചും പഠിപ്പിച്ചും ഒരു സമൂഹത്തെ സംസ്കരിച്ചവരാണ് നാം. ആ കഥ നമുക്കറിയാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരും യാഥാസ്ഥിക വിഭാഗത്തിൽപ്പെട്ടവരും ഒന്നിച്ച് ഒരു രാഷ്ട്രീയ സംഘടനയുടെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന രംഗം നിങ്ങളൊക്കെ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകും. അത് പറയുന്നത്, ആ ചരിത്രം എഴുതി രേഖപ്പെടുത്തുന്നത് ഒരു വലിയ വിഷയമാണ്. വടകരക്കാരൻ, പ്രഗത്ഭനായ ഒരു ചരിത്രകാരനുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു ഗ്രന്ഥമുണ്ട്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രമാണ്.
പക്ഷെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രം എഴുതുന്ന താളുകളിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മൾ വല്ലാതെ വൈകാരികമാകേണ്ട ഒരു വാചകമാണ്. ഞാനത് വായിച്ച് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടി, എന്താണ് ഇതിൻ്റെ സോഴ്സ്? അദ്ദേഹം പറഞ്ഞത്, ആ സംഭവത്തിലെ ആ പശ്ചാത്തലത്തിൽ രണ്ടാളുകളുണ്ട്. ഒന്നാമത്തേത് അരീക്കോട്ടെ NV അബ്ദുസ്സലാം മൗലവിയാണ്. കേരള നദുവത്തുൽ മുജാഹിദിൻ്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അതിലെ ഒന്നാമത്തെ കഥാപാത്രം അദ്ദേഹമാണ്. രണ്ടാമത്തെ കഥാപാത്രം അന്ന് സമൂഹം ഒന്നാകെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ബാഫക്കിത്തങ്ങളായിരുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇത്? NV അബ്ദുസ്സലാം മൗലവി ജയിലിൽ വെച്ച് ബാഫക്കിത്തങ്ങളെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ചിത്രം, അതായിരുന്നു നമ്മുടെ പ്രതാപത്തിൻ്റെ ചിത്രം. നമ്മൾ സഹോദരന്മാരെ, ഖുർആനുമായി നമുക്ക് വല്ലാത്ത ഒരു ബന്ധമുണ്ടാകേണ്ടതുണ്ട്. ഖുർആന് കുറേ അവകാശങ്ങൾ നാം വെച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ അവകാശങ്ങൾ നാം വെച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ആ ഖുർആൻ നമുക്ക് വേണ്ടി സാക്ഷി പറയുകയുള്ളൂ. ആ ഖുർആൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും കൊതിക്കുന്നവരുമാണ് നാം. എങ്കിൽ ചില അവകാശങ്ങളുണ്ട് ഖുർആന് നാം ചെയ്തു കൊടുക്കേണ്ടത്. അതിലൊന്നാമത്തേതാണ് തർത്തീൽ എന്ന അവകാശം. അത് നമ്മൾ മറിക്കണം. നമ്മളതൊരു ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. നമുക്ക് വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൻ്റെ തർബിയത്തിനൊരു രൂപരേഖ തയ്യാറാക്കണം. അതിലൊന്നാമത്തേത് വിശുദ്ധ ഖുർആൻ ഒരു ദിവസം ചുരുങ്ങിയത് 10 വചനമെങ്കിലും ഞാൻ വായിക്കുമെന്നതായിരിക്കണം. കേവല വായനയല്ല, തർത്തീലോടുകൂടിയുള്ള വായന, അക്ഷരസ്ഫുടതയോടുകൂടിയുള്ള വായന. വായിക്കാനൊരു ശാസ്ത്രമുണ്ട്, അതനുസരിച്ചുള്ള വായന പോരാ. ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്ന തർത്തീലിൽ അടങ്ങിയിട്ടുള്ള രണ്ടാമത്തെ ഒരു അംശമുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. എൻ്റെ ഖുർആൻ കൊണ്ടവർ തദബ്ബുർ നടത്തുന്നില്ല. തദബ്ബുർ ഉണ്ടാകണം. തദബ്ബുർ ജീവിതത്തിന് പരിവർത്തനമുണ്ടാക്കും. തദബ്ബുറിൻ്റെ സവിശേഷത അതാണ്. ആശയം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പോലും തദബ്ബുറിൻ്റെ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയാൽ അത് ജീവിതത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. നമുക്കറിയാം, ഒരുപാട് ആളുകളെ ഖുർആൻ പരിവർത്തിപ്പിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കി മാറ്റിയത്, ഖലീഫത്തു റസൂലില്ലാ എന്ന പട്ടം നൽകിയത് ആരായിരുന്നു എന്ന് നമുക്കറിയാം. അത് വിശുദ്ധ ഖുർആനായിരുന്നു. ആലോചിച്ചു നോക്കൂ, ഒരു പെൺകുട്ടി, തൻ്റെ സ്വന്തം സഹോദരി, ഒരു പെണ്ണിന്റെ നാവിൽ നിന്ന് കേട്ട വിശുദ്ധ ഖുർആൻ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടേ അത്? എത്രയെത്ര സഹോദരിമാർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും. ഈ വിശുദ്ധ ഖുർആൻ തൻ്റെ നാവ് കൊണ്ട് കേൾക്കുകയോ കേൾപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ട് ഒരു ചരിത്രത്തിൽ ഒരു വ്യക്തിയെ സൃഷ്ടിക്കാൻ എനിക്ക് സാധിച്ചുവെന്ന് ഊറ്റം കൊള്ളാൻ സാധിക്കാത്ത കാലത്തോളം നമുക്ക് പ്രതാപം തിരിച്ചു കിട്ടും. ഫാത്തിമ ബിന്തു അൽ ഖത്താബ് കേവലം ഒരു പെണ്ണായിരുന്നില്ല. ഖത്താബിന്റെ മകൾ ഫാത്തിമ ഒരു ഫാത്തിമയായിരുന്നു. ഒരുപാട് ഫാത്തിമകളുണ്ട്. പക്ഷേ ഈ ഖത്താബിന്റെ മകൾ ഫാത്തിമയെപ്പോലെ ചരിത്രം സൃഷ്ടിക്കാവുന്ന ഉണ്ടോ ആരെങ്കിലും? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാം. ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയത്തിന്റെ പോരാളിയായിരുന്നു ഖാലിദ്. 15 വർഷമാണ് മുസ്ലിമായി ഖാലിദ് ജീവിച്ചത്. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് ഖാലിദ് മുഹമ്മദ് നബിയെ കൊല്ലാനുള്ള പരിശ്രമത്തിലായിരുന്നു. ആ ഖാലിദിനെ കുറിച്ച് 15 കൊല്ലം കൊണ്ട് ഖാലിദ് ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയം കൈവരിച്ചത് നമുക്കറിയാം. ഖാലിദിന്റെ മുഖത്ത് നോക്കി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തെ സ്ത്രീകൾക്ക് ഖാലിദിനെ പോലെയുള്ള ഒരുത്തനെ പ്രസവിക്കാൻ സാധിക്കാൻ? നമുക്ക് ചോദിക്കാനാവണം, എന്തുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാരിൽ നിന്ന് ഫാത്തിമമാർ ഉടലെടുക്കാത്തത്? ചരിത്രം, ഖുർആൻ, സഹോദരന്മാരെ, ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഖുർആൻ ദർസിൽ, ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ഒരൊറ്റ മനുഷ്യനും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരായി ഇനി ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേ നമ്മളെ അള്ളാഹു മാറ്റൂ. നമ്മൾ എന്തും പറഞ്ഞാൽ നടക്കുന്നത്? എന്തൊരു ക്വാളിറ്റിയാണ് അള്ളാഹു നമ്മെ ബഹുമാനിക്കാൻ നമുക്കുള്ളത് സഹോദരന്മാർ. ഉണ്ടോ നമുക്ക് വല്ല ക്വാളിറ്റി? ഇല്ലല്ലോ. ഉണ്ടാകണം, നമുക്കുണ്ടാകണം.
ഈജിപ്തിലൊരു സ്ഥലമുണ്ട്, അർബുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. ഒരുപക്ഷെ ലോകത്ത് അത്തരത്തിലുള്ള ഒരു ഭൂപ്രദേശം വേറെ ഉണ്ടാവുകയില്ല. അതൊരു ഗ്രാമമാണ്. ഇന്നതൊരു കേവലം ഗ്രാമമല്ല, ഒരു വലിയ ടൗൺഷിപ്പാണ്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യത്യസ്ത നാഷണാലിറ്റിയുള്ള ആളുകൾ ആ ടൗൺഷിപ്പിൽ താമസിക്കുന്നുണ്ട്. അത് ദുബായ് പോലെയുള്ള മനോഹരമായ ഒരു നഗരമായതുകൊണ്ടല്ല, അല്ല, മക്കയെപ്പോലെ ഒരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ടുമല്ല, മലേഷ്യയെപ്പോലെയോ സിംഗപ്പൂരിനെ പോലെയോ ഒരു വിനോദ ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടുമല്ല. മറിച്ച് അവിടെ ഒരു 3 മനുഷ്യന്മാരുണ്ട്. 3 ഓയിൽ കച്ചവടക്കാരാണ് അവർ. ആ 3 ആളുകൾ ഒരു വർഷത്തെ 4 വിഭജിച്ചു. അവരൊരു സ്ഥാപനം ആരംഭിച്ചു. 3 വയസ്സ് മുതൽ കുഞ്ഞുങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാനുള്ള ഒരു സ്ഥാപനം. ലോകത്തിൽ വേറെ ഒരു സ്ഥലത്തും അതില്ല. ഞാനിത് പറയുന്നത് ഒരു സമൂഹത്തിൽ ഉണ്ടാകാവുന്ന മാറ്റത്തിൻ്റെ ശക്തിയെ കാണിക്കാനാണ്. എൻ്റെയും നിങ്ങളുടെയും കുട്ടികൾ